പക്ഷെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റോഡ് കാണാം, നിങ്ങൾക്ക് പുഴ കാണാം. പക്ഷേ നിങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ അതിനകത്ത് കാണില്ല. നിങ്ങൾക്ക് കാല് മേയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പുഴയുണ്ടാവും, പക്ഷെ പുഴയിൽ നിങ്ങൾക്ക് എവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുക എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇതൊന്നും ചെയ്യുന്ന ആളുകളല്ല, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ വേറൊരു തരത്തിലുള്ള ഒരു ലോകത്തെ മാപ്പിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പ്രകൃതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൽ നിന്ന് അബ്സല്യൂട്ടായിട്ട് പുറന്തള്ളി പോവുകയാണ്. സൈലന്റ് വാലി എന്ന് പറയുന്ന പ്രദേശം സൈലന്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ ബാലരമയിലൊക്കെ എഴുതുന്നത് വെച്ചാൽ അവിടെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. അവിടെ ചീവീടുകളുണ്ട് നിറയേണ്ട. പക്ഷെ കേരളത്തിൽ മറ്റു കാടുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സൈലന്റ് വാലി പൊതുവെ സൈലന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൈലൻസ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ ഹൈപ്പോത്തസിസിലാണ്. ദീർഘകാലം വലിയൊരു പ്രദേശം നമ്മൾ വേറെ ഇടപെടലുകളൊന്നും ഇല്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾ അവരുടേതായിട്ടുള്ള ടൈം സ്ലോട്ട് കണ്ടെത്തും, ബഹളങ്ങൾ കുറയും. അതേസമയം ഡിസ്റ്റർബൻസ് വരുന്നതോട് കൂടിയിട്ട് നോയ്സ് ലെവൽ കൂടാനും മാറും. അപ്പൊ അതുകൊണ്ടാണ് ശബ്ദം ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ പറയുന്നത്. നമസ്കാരം. സമൂഹത്തിന്റെ തലകീഴായ പൊതുബോധത്തെ തുറന്നു കാട്ടുന്ന, ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമായി നിലനിൽപ്പില്ലെന്ന് പറയുന്ന, ഭൂമിയിലെ വിഭവങ്ങൾ മനുഷ്യർക്ക് അമിതമായി കൊള്ളയടിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന, ഇന്ത്യയിലെ ലോകത്തിലെ ആദിമനിവാസികൾ ഒരു കാലത്തും ഭരണകൂടത്തോട് ഭിക്ഷയാചിട്ടില്ലെന്ന് പറയുന്ന, ഇത്തരം അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി.വി. സജീവാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സ്വാഗതം സർ. സാറിൻ്റെ ദീർഘകാലത്തെ എഴുത്ത് ജീവിതത്തിൻ്റെ ഒരു സമാഹരിച്ച ലേഖനങ്ങളുടെ ഒരു സമാഹാരം പ്രസക്തി ബുക്സ് ഇറക്കാൻ പോവുകയാണല്ലോ. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടൈറ്റിലാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ. ഈ ഭൂപടങ്ങളുടെ അല്ലെങ്കിൽ ഭൂപട നിർമ്മാണത്തിന്റെ രാഷ്ട്രീയം എന്താണ്? അതേപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഈ പുസ്തകത്തിന് കൊടുക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഭൂപടം നിർമ്മിതി ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യകാലം മുതൽ ഭൂപടം വരയ്ക്കുന്ന രീതികളിലൊക്കെ ധാരാളം വന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് രസകരവും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഭൂപട നിർമ്മിതിയിൽ സംഭവിച്ചിരുന്നു. അതിലൊന്ന് സംബന്ധിച്ചൊരു റിച്ചാർഡ് കോഗ്ലിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് വളരെ രസകരമായിരുന്നു. അദ്ദേഹം കണ്ട ഒരു കാഴ്ച, നമ്മൾ ലോക ഭൂപടം നമ്മൾ കാണുന്ന സമയത്ത് ഇതിൽ പല രാജ്യങ്ങളെ കാണാനേ പറ്റില്ല, അത്ര ചെറുതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, ആ രാജ്യത്തെ ജനങ്ങൾ ഈ മാപ്പ് കാണുമ്പോൾ എന്താണ് അവർക്ക് തോന്നുന്നത്? ഇത് അവരില്ലല്ലോ ഈ മാപ്പിൽ, അവരും ഈ ഭൂമിയിലുള്ളവരാണ്. അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തൊരു പ്രോജക്റ്റ് ആയിരുന്നു എല്ലാ രാജ്യങ്ങളും ഒരേ വലിപ്പത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു മാപ്പ്. അതവർ രസമായിട്ട് ചെയ്തു. എല്ലാ രാജ്യങ്ങളും ഒരേ സെയിം സൈസ് സ്ക്വയറാണ്. അങ്ങനെ സ്ക്വയറുകൾ അതാത് സ്ഥലത്ത് തന്നെ അടുക്കി വെച്ചിട്ടൊരു മാപ്പ് നിർമ്മിച്ചു. അപ്പോൾ മാപ്പ് നിർമ്മാണം അത്ര ലളിതമായിട്ടുള്ള കാര്യമല്ല, ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ടൈറ്റിലാണ് ആ പ്രോജക്റ്റിന് കൊടുത്തത്. ദ വേൾഡ് അക്കോർഡിംഗ് ടു മിസ്റ്റർ ശങ്കർ എന്നൊരു പേര് കൊടുത്തിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അത് പക്ഷേ പബ്ലിഷ് ചെയ്തത് അവിടെ തന്നെ കുട്ടികൾ തന്നെ നടത്തുന്ന ഒരു ജേണലിലായിരുന്നു. ആ ജേണൽ ഒരൊറ്റ ലക്കം മാത്രമേ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളൂ. അതോടുകൂടി അത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യർക്കും സ്പേസ് ഉണ്ടാവണം ഭൂപടത്തിൽ എന്നുള്ളൊരു ആശയം റിച്ചാർഡിൻ്റെ വർക്കിനകത്ത് നമ്മൾ രസമായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. ഇത് നടക്കുന്ന 1972. 1979 മറ്റൊരാൾ സ്റ്റുവാർട്ട് മക്കാദർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ജോഗ്രഫി തന്നെ പഠിച്ചിരുന്നത്. ജോഗ്രഫി പഠിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷമം, എല്ലാവരും ഓസ്ട്രേലിയയിൽ ഇങ്ങനെ താഴെയുള്ളൊരു സ്ഥലമായിട്ടാണ് കാണുന്നത്. നമ്മൾ തങ്ങ് താഴെ ഉള്ള യു ആർ ഡൗൺ അണ്ടർ എന്നൊക്കെയാണ് പറയാം. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ മദ്രാസികൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ അവരങ്ങ് താഴെയുള്ള ആളുകൾ. അപ്പം താഴെയുള്ളതൊന്നും മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ള നിലക്കുള്ള ഒരു പുള്ളി പഠിച്ചിരുന്നത് മെൽബൺ യൂണിവേഴ്സിറ്റിയിലാണ്. മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ മറ്റു പല രാജ്യക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഓസ്ട്രേലിയയെ കുറിച്ചിട്ട് അതങ്ങ് താഴെയുള്ളൊരു സ്ഥലം എന്നൊക്കെയുള്ള നിലക്ക്. അപ്പോൾ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം അപ്സൈഡ് മാപ്സ് വരയ്ക്കുന്നുണ്ട്. അത് ലോകത്തിൻ്റെ തല കീഴായിട്ട് പുള്ളി ഭൂപടം വരയ്ക്കുകയാണ്.
അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. യൂറോ സെൻട്രിക് ആയിട്ടുള്ള കാഴ്ചയെ മറികടന്നുകൊണ്ട് അദ്ദേഹം അപ്സൈഡ് ഡൗൺ മാപ്സും തയ്യാറാക്കി. അതിനുശേഷം ഓരോ രാജ്യങ്ങളിലെയും പ്രത്യേകിച്ച് അപ്സൈഡ് ഡൗൺ മാപ്സ് അവൈലബിൾ. ഇന്ത്യയുടെ ഒക്കെ മാപ്പ് കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഇന്ത്യ നേരെ തലകുത്തിനെ ആക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിളാണ്. താഴെ കുറച്ചും കൂടി വീതിയൊക്കെ ആയിട്ട് കേരളമൊക്കെ ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് താഴെയൊക്കെ നോക്കുന്നത്. അപ്പം മാപ്പ് വരയ്ക്കുക എന്നുള്ളത് അത്ര നിഷ്കളങ്കമായിട്ടുള്ളൊരു കാര്യമില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ മാപ്പിനും ഈ നോർത്ത് വടക്ക് ഭാഗം മുകളിൽ വരണമെന്ന് ചോദിച്ചാൽ ആ മാപ്പ് വരച്ചതൊക്കെ യൂറോപ്യൻ ആളുകളായിരുന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ. വേറെ കാരണങ്ങളൊന്നുമില്ല. അവർക്കായിരുന്നു പവർ ഉണ്ടായിരുന്നത്, അവരാണിത് വരയ്ക്കുന്നത്. അതുകൊണ്ട് അവരെ ഏറ്റവും മുകളിൽ ഫിക്സ് ചെയ്തു. ആദ്യകാലത്ത് നമ്മൾ മാപ്സൊക്കെ വരുന്ന സമയത്ത് ഇൻ്റർനെറ്റിൽ മാപ്സ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഭൂമി വരണം, ഭൂമി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി ഇങ്ങനെ കറങ്ങി വന്നിട്ട് അമേരിക്ക വന്നിട്ടാണ് നിൽക്കുക. കാരണം അമേരിക്കയിലുള്ള മനുഷ്യരാണ് അത് നിർമ്മിച്ചത്. സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് അവർ തന്നെയാണ് ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുക. അപ്പം അങ്ങനെ ഭൂപട നിർമ്മാണം എന്നുള്ളത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ തന്നെയാണ് ആ ടൈറ്റിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപടങ്ങളാവാം, വ്യത്യസ്ത രീതിയിൽ നമ്മളൊരു ഭൂപടം വരയ്ക്കുന്നതോടുകൂടി കുറേ കാര്യങ്ങൾ അവിടെ സോളിഡിഫൈ ചെയ്യുകയാണ്, അവിടെ ഘനീകൃതമായിട്ട് മാറുകയാണ്. ആ ബോധത്തെ അഴിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ലോകബോധത്തിൽ നിന്ന് മാറണമെങ്കിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ മാപ്പിനെ തന്നെ മാറ്റി പണിയണം എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ആ ഒരു ടൈറ്റിൽ ഉണ്ടാകുന്നത്. ഇപ്പം മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇൻക്ലൂസീവ് ആക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ വരണം എന്നുള്ളതും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും അത് ഇപ്പം തന്നെ ഇപ്പം ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മാപ്പ് പണ്ടത്തെ പോലെ എവിടെയെങ്കിലും ലൈബ്രറി പോയിട്ട് റെഫർ ചെയ്യുന്ന വസ്തുവൊന്നുമല്ല. ആളുകളുടെ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഉള്ള വസ്തുവാണ് മൊബൈൽ. പക്ഷെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റോഡ് കാണാം, നിങ്ങൾക്ക് പുഴ കാണാം. പക്ഷേ നിങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലം നിങ്ങളതിനകത്ത് കാണില്ല. നിങ്ങൾക്ക് കാല് മേയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പുഴയുണ്ടാവും, പക്ഷെ പുഴയിൽ നിങ്ങൾക്ക് എവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുക എന്നുള്ളത് അതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇതൊന്നും ചെയ്യുന്ന ആളുകളല്ല ഇത് ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ വേറൊരു തരത്തിലുള്ള ഒരു ലോകത്തെ മാപ്പിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഈ പ്രകൃതിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത നമ്മൾ നിർമ്മിക്കുന്ന വഴികളും അതിൻ്റെ ഇടവഴികളും കടകളും മാളുകളും ഒക്കെ അടങ്ങുന്ന ഒരു സ്പേസിനെയാണ് ഈ മാപ്പ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൽ നിന്ന് അബ്സല്യൂട്ടായിട്ട് പുറന്തള്ളി പോവുകയാണ്. അതിൻ്റെ സവിശേഷതകൾ നമ്മുടെ ബോധത്തിലേക്ക് വരുന്നില്ല. ഈ മാപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇതാണ് നമ്മുടെ ലോകം എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു വലിയ തോതിലുള്ള ഒരു റിഡക്ഷനിസ്റ്റ് മാപ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇതിൻ്റെ അകത്ത് അധികാരം, അതുപോലെ തന്നെ വിപണി താല്പര്യങ്ങൾ ഈ മാപ്പ് നിർമ്മാണത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു സംസാരം തുടങ്ങാനാവില്ല. അത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ബോധത്തിൽ നിർമ്മിക്കുന്ന ഇതേപോലുള്ള വസ്തുക്കളെ അഴിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്റ്റുവർട്ടിൻ്റെ വർക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചത് ക്രിട്ടിക്കൽ തിങ്കിങ് ജോഗ്രഫിയിൽ വരുന്ന അവിടെ നിന്ന് പോലെ നമുക്കത് ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ സാഹിത്യത്തിൽ, രാഷ്ട്രീയത്തിൽ, വിമോചന സമരങ്ങളിൽ ഒക്കെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ സ്ട്രോങ് ആയിട്ട് വന്നതോടൊപ്പം തന്നെ ജോഗ്രഫിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രോസസ്സിലൂടെയാണ്. തലകുത്തനെ മാപ്പ് വരച്ചുകൊണ്ടും എല്ലാവർക്കും ഇടമുള്ള ഭൂപടങ്ങൾ നിർമ്മിച്ചുകൊണ്ടുമാണ് ആ ഒരു ക്രിട്ടിക്കൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞത് ഒരു യൂറോ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഭരണകൂട താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മാപ്പ് നിർമ്മാണത്തിന്റെ പരിമിതികളെ കുറിച്ചാണ്. ഇതിനെ മറികടക്കുന്ന ഒരു പക്ഷേ സാങ്കേതിക വിദ്യയിലെ കമ്പ്യൂട്ടറും കടലാസും ഇല്ലാതെ മാപ്പ് നിർമ്മിച്ചിരിക്കുന്ന ആളുകളാണ് ആദിമ നിവാസികൾ എന്ന് സാറ് ഒരു സ്ഥലത്ത് എഴുതി കണ്ടു. അതെന്താണെന്ന് വിശദീകരിക്കാം. ഭൂപടം എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള മാപ്പുകൾ വരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഭൂപടം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യകാലത്തെ ഭൂപടങ്ങളെല്ലാം തന്നെ പാട്ടുകളിലാണ് ഉണ്ടായിരുന്നത്. പാട്ടിലാണിത് പറയുക. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാട്ടുകളിലൂടെയാണ്. ചെറിയ കുട്ടികൾ അവർ പാടി തന്നെ പഠിക്കുന്നു. അവർക്ക് പോകേണ്ട വഴികൾ, പുഴയെ കുറിച്ചിട്ട്, ഒരു പ്രത്യേക വിഭവമുള്ള സ്ഥലത്തേക്കുള്ള യാത്ര എങ്ങനെയാണ്, അവിടെ കാണുന്ന വലിയ അടയാള രൂപങ്ങൾ, വലിയ മരങ്ങൾ, ചില പ്രത്യേക മരങ്ങൾ, അല്ലെങ്കിൽ ചില പാറക്കെട്ടുകൾ, മലകൾ, ഇതിനെക്കുറിച്ചുള്ള കഥകൾ മുഴുവൻ പറയാം
ഈ പാട്ടുകളിലൂടെയാണ്. അത് പിന്നീട് ഇപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റുകൾ പല സ്ഥലത്തു നിന്നും കണ്ടെത്തുന്നുണ്ട്. അമേരിക്കയിലുള്ള നേറ്റീവ് അമേരിക്കൻസ് മുതൽ ആഫ്രിക്കയിൽ നിന്നും അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ തന്നെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്നു. അത് കരയിൽ മാത്രമല്ല, കടലിൽ പോകുന്ന സമയത്ത് കടലിൻ്റെ തിരയെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പാട്ടുകൾ ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ടുകളിലൂടെയാണ് അവർ ആ ഒരു പ്രദേശത്തിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുകയും അത് മറ്റുള്ളവരിലേക്കും അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്ത് പോവുകയും ചെയ്തത്. രസകരമായിട്ടൊരു കാര്യം, പിന്നീട് അത് പൊതുസമൂഹം അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് സന്ദേശകാവ്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ കാളിദാസൻ്റെ മേഘസന്ദേശം പോലെയുള്ള കൃതിയിൽ ഒരു മധ്യപ്രദേശ് മുതൽ മുകളിലേക്ക് ഹിമാലയം വരെയുള്ള മുഴുവൻ ലാൻഡ്സ്കേപ്പിൻ്റെയും വർണ്ണനയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് വിന്ധ്യ പർവ്വതങ്ങൾ കടന്നു പോകുന്നുണ്ട്, അതിനപ്പുറം ഉജ്ജയിനി കടന്നു പോകുന്നുണ്ട്, അതിനുശേഷം ഗംഗാ സമതലം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഹിമാലയം എത്തുന്നവരെയുള്ള വലിയൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് മേഘസന്ദേശത്തിൽ വരിക. മലയാളത്തിലും അതുപോലെ ധാരാളം സന്ദേശകാവ്യങ്ങൾ വന്നിട്ടുണ്ട്. AR രാജരാജവർമ്മയുടെ, കേരളവർമ്മ വലിയ തമ്പുരാൻ്റെ, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാൻ്റെ ഒക്കെ സന്ദേശകാവ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യത്തിലെ ഒരു രൂപം, ഒരു റാനർ പ്രധാനമായിട്ട് ജോഗ്രഫിയാണ്. ഒരാൾ സന്ദേശം കൊടുത്തേക്കുന്നു, ഈ സന്ദേശം കൊടുക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, വഴി പറഞ്ഞു കൊടുക്കുന്നു. ആ ജോഗ്രഫി മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ആ ലാൻഡ്സ്കേപ്പ് മുഴുവൻ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് പോവാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം, നമുക്ക് സന്ദേശകാവ്യത്തിന് തുല്യമായിട്ടുള്ള ഒരു സാഹിത്യ രൂപം നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല, അങ്ങനെ ഒരു ജോഗ്രഫിയെ ഏറ്റെടുക്കുന്ന സംഭവമില്ല. അപ്പം ഒരു വ്യാവസായിക വിപ്ലവത്തിന് തൊട്ട് മുന്നേ തന്നെ ഇവോൾവ് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ വളർന്നു വന്നിട്ടുള്ള ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ മറ്റെല്ലാ ഭാഷയിലും ഈ തരത്തിലുള്ള സഞ്ചാര സാഹിത്യം എന്നല്ല, അത് സന്ദേശ കാവ്യം എന്നുള്ള നിലയ്ക്ക് അതിൽ കൃത്യമായിട്ട് മന്ദക്രാന്ത വൃത്തത്തിലൊക്കെ എഴുതിയിട്ട് എല്ലാവരും ആ വൃത്തം തന്നെ, കാളിദാസൻ പോലെ ഇങ്ങോട്ടേക്ക് ആ വൃത്തം തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ എഴുത്തുകാരടക്കം എഴുതിയിട്ട് അവരൊരു ലാൻഡ്സ്കേപ്പിനെ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ പദ്യത്തിലാണ് അവർ ഈ വിവരങ്ങളെല്ലാം സൂക്ഷിച്ച് വച്ചിരുന്നത്. ഒരു പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക ആരോഗ്യം നമുക്ക് മനസ്സിലാക്കാൻ അവിടുത്തെ ശബ്ദവ്യൂഹം നമ്മൾ കേട്ടാൽ മതി, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താൽ മതി എന്ന് സാറ് എഴുതിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പുഴകളുടെയും പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ഇടിമിന്നലിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ പാരിസ്ഥിതിക ആരോഗ്യം അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയാമോ? ശബ്ദവ്യൂഹങ്ങളെക്കുറിച്ചുള്ള പഠനം വലിയ തോതിൽ ഒരു എടുത്തുചാട്ടം നടത്തിയത് ഒരു അമേരിക്കൻ മ്യൂസീഷ്യനായിട്ടുള്ള പുള്ളി, സംഗീതമായിരുന്നു പുള്ളിയുടെ പ്രധാനപ്പെട്ട ഏരിയ. പക്ഷെ അതിനുശേഷം പുള്ളി എക്കോളജിയിലേക്ക് വരിക ചെയ്തത്. ബെർണി ക്രോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ബെർണി ക്രോസ് ചെയ്തിരുന്നത് കാട്ടിൽ പോയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യും, അത് പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ലിങ്കൺ മെഡോ എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടിൽ പുള്ളി എല്ലാ വർഷവും ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ശബ്ദം റെക്കോർഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് പോകുന്ന സമയത്താണ് അവിടെ സെലക്ഷൻ ഫില്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ക്ലിയർ ഫില്ലിംഗ് അല്ല, സെലക്ഷൻ ഫില്ലിംഗ് ആണ്. സെലക്ഷൻ ഫില്ലിംഗ് എന്ന് വെച്ചാൽ ഒരു ഏക്കർ സ്ഥലത്ത് ഒരു 2-3 മരമൊക്കെ മുറിക്കും. അപ്പോൾ തടിയുടെ ആവശ്യം നിറവേറ്റും, അതേസമയം കാടിന് പരിക്കൊന്നും പറ്റൂല. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്. കേരളത്തിൽ മിക്കവാറും എല്ലാ കാടുകളും, ഇപ്പോൾ സൈലന്റ് വാലി അടക്കം നമ്മൾ സെലക്ഷൻ ഫില്ലിംഗ് നടന്ന കാടുകളാണ്. അങ്ങനെ അവിടെ സെലക്ഷൻ ഫില്ലിംഗ് നടന്നു. ബെർണി ക്രോസ് അതിന് ശേഷവും അവിടെ റെക്കോർഡ് ചെയ്യാൻ പോയി. ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് പുള്ളി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. ഞങ്ങൾ എക്കോളജിസ്റ്റുകളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന പേപ്പറായിരുന്നു. കാരണം ഈ സെലക്ഷൻ ഫില്ലിങ്ങിന് ശേഷം അതിന് മുന്നേ ഉണ്ടായിരുന്ന പല ശബ്ദങ്ങളും തിരിച്ചു വന്നിട്ടില്ല, കേൾക്കാനില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യത്തിൽ നമ്മൾ അതിന് മുന്നേ ഉള്ളൊരു ഫോട്ടോ എടുത്താൽ അതിന് ശേഷമുള്ളൊരു സെലക്ഷൻ ഫില്ലിങ്ങിന് ശേഷമുള്ളൊരു ഫോട്ടോ എടുത്താൽ തമ്മിലൊരു വ്യത്യാസമേ തോന്നില്ല. നമ്മൾ പോയി കണ്ടാൽ പോലും വ്യത്യാസം തോന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ, ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ശബ്ദവ്യൂഹമാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുന്ന അപ്പോഴാണ്. അതിനുശേഷം അദ്ദേഹം പണ്ട് നഷ്ടപ്പെട്ടു പോയ ശബ്ദങ്ങളെയൊക്കെ അദ്ദേഹം വിളിക്കുന്നത് സൗണ്ട് ഫോസിൽസ് എന്നാണ്. അത് ഫോസിലായി മാറി. ഒരു ജീവി അവിടുന്ന് പോയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോൾ അത് ഏറ്റവും ലളിതമായ മോണിറ്ററിംഗ് ടൂളായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് പെർമനന്റ് റെക്കോർഡേഴ്സ് അവിടെ വെക്കാം, അത് ശബ്ദം റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത ശബ്ദം നോക്കിയിട്ട് നമുക്ക് സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവിടെ എന്തൊക്കെ ജീവജാലങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും, അതിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ പറ്റും. പ്രധാനമായിട്ട് ശബ്ദവ്യൂഹത്തിന് അത് 3 എലിമെൻസാണ് ഉണ്ടാവുക. ഒന്ന് ജിയോഫോണിയാണ്, അതായത് ഭൂമി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇടിമിന്നൽ,
മഴ പെയ്യുന്ന ശബ്ദം, കാറ്റിൻ്റെ ശബ്ദം, പുഴ ഒഴുകുന്ന ശബ്ദം, കടലിലെ തിരമാലകളുടെ ശബ്ദം, ഇതെല്ലാം ജിയോഫോണി എന്നാണ് പറയാം. മറ്റൊന്ന് ബയോഫോണിയാണ്. അത് ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. കിളികളുടെ ശബ്ദം, മറ്റ് മൃഗങ്ങളുടെ ശബ്ദം, നമ്മൾ സംസാരിക്കുന്ന ശബ്ദം, ഇതെല്ലാം ബയോഫോണിലാണ് വരിക. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെ ആന്ത്രപ്പോഫോണി എന്നാണ് വിളിക്കുക. ആന്ത്രപ്പോഫോണി എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഇപ്പോൾ ഫാനിൻ്റെ ശബ്ദം മുതൽ ബസ്സിൻ്റെ ശബ്ദം മുതൽ ഹോണിൻ്റെ ശബ്ദം, AC-യുടെ ശബ്ദം, മെഷീനുകളുടെ ശബ്ദം, ട്രാഫിക്കിൻ്റെ ശബ്ദം, ഇതെല്ലാം ആന്ത്രപ്പോഫോണിയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു സിറ്റിയിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ പീച്ചിയിൽ നമ്മുടെ ക്യാമ്പസ് അത് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. വ്യത്യാസം എന്താ വെച്ചാൽ തൃശ്ശൂർ റൗണ്ടിൽ നോക്കിയാൽ അവിടെ ആന്ത്രപ്പോഫോണിയാണ് ഏറ്റവും കൂടി നിൽക്കുക. വേറെ ബയോഫോണിയൊക്കെ വളരെ മിനിമലായിരിക്കും. ജിയോഫോണിയോ കേൾക്കാനേ ഉണ്ടാവില്ല. കാരണം ഇതൊരു സൗണ്ട് സ്ക്രീൻ പോലെ വർക്ക് ചെയ്യും റോഡൊക്കെ. അപ്പോൾ റോഡിന് അപ്പുറത്തുള്ളതൊന്നും നമ്മൾ കേൾക്കില്ല. കാരണം അത്രമാത്രം ശബ്ദം ആ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതേസമയം നമ്മൾ കുറച്ച് ഇവിടുന്ന് മാറുന്നതനുസരിച്ച് സിറ്റിയിൽ നിന്ന് ദൂരേക്ക് പോകുന്ന സമയത്ത് ഈ ആന്ത്രപ്പോഫോണി കുറഞ്ഞു വരികയും ബയോഫോണി പതുക്കെ കൂടാനും തുടങ്ങും. കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആന്ത്രപ്പോഫോണി തീരെ ഉണ്ടാവില്ല. അവിടെ ജിയോഫോണിയും ബയോഫോണിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 3 എലിമെൻസിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പിനെ നമുക്ക് കാണാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് കേട്ടാൽ മതി, നമുക്കത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അത് ഏറ്റവും നല്ല ഇൻഡിക്കേറ്ററാണ് എന്ന് പറയുന്നത്. കാടിൻ്റെ ആരോഗ്യം എന്നുള്ള നിലയ്ക്ക് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, എലിവേഷനിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു വലിയ മലയുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള സൗണ്ട്സ്കേപ്പ് ആയിരിക്കില്ല അതിൻ്റെ മിഡിലുണ്ടാവുക, അതല്ല ഏറ്റവും ടോപ്പിലുണ്ടാവുക. ഏറ്റവും സമ്പന്നമായ ബയോഫോൺ കൊണ്ട് ഏറ്റവും സമ്പന്നമായ സമയം പ്രദോഷവും പ്രഭാതമാണ്. ഈ 2 സമയത്തും ഭയങ്കര ലൗഡായിട്ടാണ് ഇതുണ്ടാവുക. ബെർണിക്ലോസ് മുന്നോട്ട് വെച്ച ഒരു രസകരമായിട്ടുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അത് അക്കൗസ്റ്റിക് നിഷ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കേണ്ടായി. അതായത് ഒരു വലിയ പ്രദേശത്ത് ധാരാളം ജീവജാലങ്ങൾ ഉണ്ടാവും. ഇവരെല്ലാവർക്കും ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇണയെ കണ്ടെത്താനായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ശബ്ദത്തിലൂടെയാണ്. പക്ഷേ ഇത് എപ്പോൾ ശബ്ദം ഉണ്ടാക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാവരും ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ ആരുടെയും കേൾക്കാതാവും. അപ്പോൾ പതുക്കെ ഇവർ അവരുടേതായിട്ടുള്ള ഒരു സമയത്തിലേക്ക് ഇവർ ഒതുങ്ങും. ആ സമയത്താണ് അവർ ശബ്ദം ഉണ്ടാക്കുക, വേറൊരു സമയത്ത് വേറൊരാളാണ് ശബ്ദം ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലത്തെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. വളരെ രസകരമായിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന് പറയുന്ന പ്രദേശം സൈലന്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ ബാലരമയിലൊക്കെ എഴുതുന്ന വെച്ചാൽ അവിടെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. അവിടെ ചീവീടുകളുണ്ട് നിറയുണ്ട്. പക്ഷേ കേരളത്തിൽ മറ്റു കാടുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സൈലന്റ് വാലി പൊതുവെ സൈലന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സൈലൻസ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ ഹൈപ്പോത്തസിസിലുള്ള ദീർഘകാലം വലിയൊരു പ്രദേശം നമ്മൾ വേറെ ഇടപെടലുകളൊന്നും ഇല്ലാതെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങൾ അവരുടേതായിട്ടുള്ള ടൈം സ്ലോട്ട് കണ്ടെത്തും. ബഹളങ്ങൾ കുറയും. അതാത് സമയത്ത് മാത്രമേ അവര് ആ ശബ്ദം ഉണ്ടാക്കുള്ളൂ. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ അത് വളരെ ഒരു കെയോസ് ഉണ്ടാവില്ല, ഭയങ്കര സൈലൻസ് തോന്നും. അതേസമയം ഡിസ്റ്റർബൻസ് വരുന്നതോട് കൂടിയിട്ട് നോയ്സ് ലെവൽ കൂടാനേ മാറും. അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദം ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ആണെന്ന് നമ്മൾ പറയുന്നത്. ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ കാക്ക കരയുന്നത് ഓരോ കാര്യങ്ങൾക്കും വേറെ രീതിയിലായിരിക്കുമല്ലോ. ഒരു ഭക്ഷണം കാണുമ്പോൾ കാക്ക കരയുന്നതും അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ കാക്ക കര, അതുപോലെ ഈ ജീവജാലങ്ങളുടെ ശബ്ദം ഉണ്ടാക്കുന്ന കോണ്ടെക്സ്റ്റുകൾ അതേപോലെ തന്നെ റീസൺസ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അത് ഈ റെക്കോർഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? ശബ്ദത്തെ കുറിച്ചുള്ള പഠനം 2 രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന് ബയോ അക്കൗസ്റ്റിക്സ് ആണ്. അക്കൗസ്റ്റിക്സിൽ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു സ്പീഷീസിനെ എടുത്തിട്ട് ആ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു കൂട്ടം അടുത്ത സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്പീഷീസിന്റെ ആ ശബ്ദം വെച്ചിട്ട് ആ ജീവിയെ കണ്ടുപിടിക്കാൻ പറ്റുക. അതിപ്പോൾ തവളയാവാം, പക്ഷികളാവാം, മറ്റു മൃഗങ്ങളാവാം. അപ്പോൾ അതിന് തിരിച്ചറിയുന്ന തരത്തിലുള്ളൊരു വർക്കാണ് ബയോ അക്കൗസ്റ്റിക്സ് മേഖലയിൽ നടക്കുന്ന പഠനങ്ങൾ. മറ്റൊന്ന് സൗണ്ട്സ്കേപ്പ് ഇക്കോളജി എന്നുള്ള നിലക്കുള്ള മറ്റൊരു ശാഖയുണ്ട്. ആ ശാഖ ചെയ്യുന്നത് ഈ മൊത്തം ശബ്ദവ്യൂഹത്തെ ഒരുമിച്ച് കാണുക എന്നുള്ളതാണ്. അതിനകത്ത് ഇതിലെല്ലാവരും വരുന്നുണ്ടാവും. ഒരു സ്പീഷീസ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകമായിട്ട് എടുത്ത് നോക്കുകയല്ല ചെയ്യുക, മറിച്ച് ആ മൊത്തം ശബ്ദവ്യൂഹത്തെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓരോ ജീവിയെ ഐഡൻറ്റിഫൈ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ലോകത്തെ ഡാറ്റാബേസുകളെല്ലാം തന്നെ ഓപ്പൺ ആണ്. ഇപ്പം പീച്ചി വാഴാനി ലൈഫ് സാഞ്ചുറിയിൽ നമ്മൾ ചെയ്തൊരു വർക്ക് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത സൗണ്ട് വെച്ച് നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് ബേർഡ് ഡാറ്റാബേസ് കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ട് നമുക്കിപ്പോൾ അവിടുത്തെ പക്ഷികൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് അതിനകത്ത് കിട്ടും. അതിൻ്റെ പ്രായമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? പ്രായത്തിലേക്ക് നമുക്ക് എത്താം, പക്ഷെ അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് പ്രോസസ് നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത്
പെർമനന്റ് റെക്കോർഡേഴ്സ് വെച്ചിട്ട് എല്ലാ സൗണ്ടും റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് വൈൽഡ് ലൈഫിൽ സർവേക്കൊക്കെ ഇത് ഉപയോഗിക്കും. തീർച്ചയായിട്ടും അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒഫൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ റെക്കോർഡിംഗ് തന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ ഗൺ ഷോട്ട്സ് കേട്ടു. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വേട്ട നടക്കണ്ടെന്നുള്ളത് പലപ്പോഴും അറിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ ഇതൊന്നും മിസ്സാവില്ല, അതും ക്യാപ്ചർ ചെയ്യും. അപ്പോൾ റിയൽ ലൈഫ് ടൈമിൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ശബ്ദം നമുക്ക് അപ്പം തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ എവിടെയാണ് ഗൺഷോട്ട് ഉണ്ടായെന്നാണ് നമുക്ക് കൃത്യമായിട്ട് അത് തിരിച്ചറിയാൻ പറ്റും. ഷഡ്പദ ശാസ്ത്രമാണല്ലോ സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠന മേഖല. ഇതിനെ ബന്ധപ്പെട്ടിരുന്ന സാർ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കഴിയുന്നതുമായ ഷഡ്പദങ്ങൾ, ഈ സൂക്ഷ്മ ജീവികൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും ആവാസ വ്യവസ്ഥയിൽ അതിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നൊക്കെ സാർ എഴുതിയിട്ടുണ്ട്. ജൈവഘടികാരം എന്നൊരു പുസ്തകം തന്നെ കുട്ടികൾക്ക് വേണ്ടി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള സാറിൻ്റെ അനുഭവം ഒന്ന് ചുരുക്കി പറയാമോ? എൻറ്റമോളജി എന്ന് വിളിക്കുന്ന ഷഡ്പദ ശാസ്ത്രമെന്നോ ഷഡ്പദ വിജ്ഞാനമെന്നോ വിളിക്കുന്ന ശാസ്ത്രശാഖ ചുരുക്കി പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ്. അതിൻ്റെ ഇമ്പാക്ട്സ് മറ്റൊരു മേഖലയിലേക്ക് പടർന്നു കിടക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഷഡ്പദങ്ങൾ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം ഇവർ നമ്മൾ പല വിഭവങ്ങളും മോഷിച്ചുകൊണ്ട് പോകുന്നവരാണെന്നുള്ളതാണ്. കീടങ്ങൾ വരും, നമ്മൾ കൃഷി ചെയ്യുന്നു, പക്ഷെ ഇവർ വന്നിട്ട് തിന്നിട്ട് പോകുന്നു. ഇലകൾ കൂടുതലും ഇലകൾ നഷ്ടപ്പെടുന്നു. ഇനി നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വെച്ചാൽ പോലും അതിനെ നശിപ്പിക്കുന്ന ഷഡ്പദങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ഇവരായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ വെട്ടുകിളി പോലെയുള്ള, ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുന്ന വലിയ രീതിയിൽ ഒരു പക്ഷേ അവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ പച്ചപ്പും തിന്ന് തീർത്ത് പോകുന്ന അവസ്ഥ. സത്യത്തിൽ അതിൽ നിന്ന് ആണ് നമ്മൾ പ്രാചീന കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആര്യവേപ്പ് എന്ന് പറയുന്ന മരത്തിൻ്റെ ഔഷധ സാധ്യത ആധുനിക ശാസ്ത്രം കണ്ടെത്തുന്നത് വെട്ടുകിളിയായിട്ട് ബന്ധപ്പെട്ടാണ്. വെട്ടുകിളി വന്നിറങ്ങി മൊത്തം തിന്ന് പോകുമ്പോൾ ഒരു മരം മാത്രം ആക്രമിക്കാതെ നിന്നു, അത് ആര്യവേപ്പായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തോ ഗുണമുണ്ടെന്നുള്ള നിലക്കാണ് ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് ധാരാളം ഗംഭീരമായിട്ടുള്ള തന്മാത്രകൾ വേർതിരിച്ച് എടുക്കുകയൊക്കെ ചെയ്തത്. ആദ്യകാലത്ത് ഇതേപോലെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായിട്ട് മാറി. അപ്പോൾ അതിനുവേണ്ടി കീടനാശിനികൾ കണ്ടെത്തുന്നുണ്ട്. DDT പോലെയുള്ള കീടനാശിനികൾ കണ്ടെത്തുന്ന സമയത്ത് എൻറ്റമോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട് ഇനി ഒരു പ്രശ്നമില്ല, ഏത് കീടത്തെയും ഇത് വെച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാം. അതിനൊരു ശത്രുവായിട്ടാണ് കണ്ടത് അല്ലേ? ആ ശത്രുവായിട്ട് തന്നെ കാണും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്ക് പെസ്റ്റ് ഇറാഡിക്കേഷൻ ആയിരുന്നു. പെസ്റ്റ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്ത് കളയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എത്ര തീക്ഷ്ണമായിട്ടുള്ള കീടനാശിനി ഉപയോഗിച്ചാൽ ഇവർ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എൻറ്റമോളജിസ്റ്റുകൾ ആ വാക്ക് മാറ്റിയിട്ട് ഇറാഡിക്കേഷൻ ഉള്ള വാക്ക് മാറ്റിയിട്ട് പെസ്റ്റ് കൺട്രോൾ എന്നാക്കി, നിയന്ത്രിക്കുക എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി വിനയത്തേക്ക്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇതിനങ്ങനെ കൺട്രോൾ ചെയ്യലും അത്ര നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പെസ്റ്റ് മാനേജ്മെന്റ് എന്നാണ്. ഇത് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അത് ഇറാഡിക്കേഷൻ ഒന്നും സാധ്യമല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ ഇത് വളരെ റെസിസ്റ്റൻ്റ് ആണ്, ഇവർ ഭയങ്കരമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു കീടത്തെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ജീവിയാണെന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് അറിയണം, അതിൻ്റെ ബയോളജി അറിയണം, അതിൻ്റെ ടാക്സോണമി അറിയണം, ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ് അറിയണം, അതിനെ ആക്രമിക്കുന്ന മറ്റ് ജീവജാലങ്ങളെ കുറിച്ചിട്ട് അറിയണം. സ്വാഭാവികമായിട്ട് ഈ ശാസ്ത്രശാഖ ലോകത്തെ എല്ലായിടത്തും ധാരാളം ആളുകൾ പഠിക്കുന്നൊരു വിഷയമായിട്ട് അത് മാറി. കാർഷിക മേഖലയിലൊക്കെ അത് പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് അത് നിൽക്കാൻ കാരണം ഇതിനോടുള്ള മത്സരമാണ്. കാരണം നമ്മുടെ ശത്രുവിനെ നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ള ഒരു ധാരണയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതൊരു ഗംഭീര സ്റ്റഡി മെറ്റീരിയലായിട്ട് മാറി. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പഴയ ഈച്ചയുണ്ട്, ഡ്രോസോഫില്ല എന്ന് പറയുന്ന ചെറിയ ഈച്ചയാണ്. നമ്മൾ പഴമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന ചെറിയ ഈച്ചയാണ്. ഡ്രോസോഫില്ല കുറിച്ച് ഇന്നിപ്പോൾ ഗംഭീരമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, അതായത് അതിൻ്റെ ജീനുകൾ കംപ്ലീറ്റ് സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ സർക്കഡിയൻ ഋതത്തെക്കുറിച്ച്, നമ്മുടെ ശരീരത്തിൻ്റെ സമയം പാലിക്കുന്ന ക്ലോക്കിനെ കുറിച്ചിട്ട്, നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന, നമ്മൾ രാവിലെ കൃത്യമായിട്ട് എഴുന്നേക്കുമല്ലോ, ഇതാരാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ പ്രോസസ്സിനെ കുറിച്ച് സർക്കഡിയൻ ഋതം എന്നാണ് പറയുക. ആ ഈ ഋതത്തെക്കുറിച്ചുള്ള പഠനങ്ങളും മിക്കവാറും എല്ലാ പഠനങ്ങളും നടക്കുന്നത് ഡ്രോസോഫിലെ വെച്ചിട്ടാണ്, അതിനകത്തുള്ള ജമ്പിങ് ജീൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ ബയോളജിയെ സംബന്ധിച്ച് ധാരാളം വിവരങ്ങൾ തന്നിട്ടുള്ള ഒരു മോഡൽ ഓർഗാനിസം ആയിട്ട് ഇത് മാറി. അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിൽ ഇതിനെ വളർത്താം.
ഇതിൻ്റെ പല തലമുറകളും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ജെനറ്റിക്സിനെ കുറിച്ചിട്ടും മോളിക്കുലർ ബയോളജിയെ സംബന്ധിച്ചിട്ടും ബയോകെമിസ്ട്രിയിലായാലും ഒക്കെ ധാരാളം പുതിയ അറിവുകൾ തരുന്ന ജീവികളായിട്ട് ഇവർ മാറി. ഇതിന് കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ആരാ വളരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും അത് ബാക്ടീരിയ ആണ്. ഒരു പെട്രി ഡിഷിൽ അത് വളരെ പെട്ടെന്ന് പെരുകും. പക്ഷേ ബാക്ടീരിയയുടെ കുഴപ്പം എന്താ വെച്ചാൽ അതിൻ്റെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ആയാൽ പോലും നോക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ധാരാളം ക്യാരക്ടേഴ്സ് കാണാൻ പറ്റുന്ന വലിയ ജീവികളാണെങ്കിൽ അവരുടെ ആയുസ് വളരെ കൂടുതലാണ്. അവർ 2-3 തലമുറ കഴിയുമ്പോഴേക്കും നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും. ഇൻസെക്ട്സ് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് വരിക. അവർക്ക് കുറച്ച് കാലം അവർ ജീവിക്കുള്ളൂ. വളരെ പെട്ടെന്ന് അവരെ പ്രത്യുൽപ്പാദനം നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയലായിട്ട് അത് മാറിയിട്ടുണ്ട്. മറ്റൊത്തിരി ഉപകാരങ്ങളുമുണ്ട്. ഇപ്പോൾ ഫോറൻസിക് എൻഡമോളജി, ഇപ്പം മരണങ്ങളുണ്ടായാൽ എത്ര മുന്നെയാണ് മരണം നടന്നത് എന്ന് അറിയണമെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന് ഇൻസെക്ട്സ് ആണ്. കാരണം ഒരു ശരീരം അവിടെ മൃതമായി കഴിഞ്ഞാൽ അനാഥമായിട്ട് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് വന്ന് മുട്ടയിടുന്ന ഇൻസെക്ട്സ് ഉണ്ട്. ആ മുട്ടയിടുന്ന സമയം മുതൽ നമുക്ക് ഇങ്ങോട്ട് അറിയാം. ശരീരത്തിൽ ചൂടാറുമ്പോൾ അവർ മുട്ടയെടുത്തുണ്ടാവും. അവിടെ നിന്ന് എത്ര സമയം ഉള്ള ഏത് ജീവിത ദശയിലുള്ളതിനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ എപ്പോഴാണ് ഈ മരണം നടന്നതെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ നിലയ്ക്കും ഇൻസെക്ട്സ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ധാരാളമായിട്ട് അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടും അതുപോലെ കീടങ്ങൾ എന്ന നിലയ്ക്ക് അവരെ നിയന്ത്രിക്കേണ്ട രീതി എന്നുള്ള നിലയ്ക്കും ഉള്ള പ്രാധാന്യം ശാസ്ത്രശാഖയ്ക്കുണ്ട്. പക്ഷേ ഇതിനൊക്കെ കവച്ചു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1962 വന്നൊരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് റേച്ചൽ കാസിൻ്റെ പുസ്തകം. റേച്ചൽ കാസിൻ്റെ പുസ്തകം ശരിക്കും അതിന് കാരണമായി മാറിയത് ഈ കീടനിയന്ത്രണവും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ള DDT ആണ്. അത് ചോദിച്ച ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് വസന്തങ്ങൾ ഇത്ര നിശബ്ദമായി പോകുന്നത്, പക്ഷികളൊക്കെ ഇവിടെ പോയി എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ധാന്യം കഴിക്കുന്ന സമയത്ത് DDT കലർന്ന ധാന്യം കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ തോടിൻ്റെ കട്ടി കുറയുന്നു, മുട്ട ഇടുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകുന്നു, കുഞ്ഞുങ്ങൾ വിരിയുന്നില്ല എന്നുള്ളൊരു കാഴ്ചയിലേക്ക് റേച്ചൽ കാർസൺ എത്തിയത് ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ്. ലോകത്ത് പരിസ്ഥിതി എന്ന് പറയുന്ന അത് ഒരു സമരോത്സുകമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് പരിസ്ഥിതി മേഖല മാറുന്നത് ആ പുസ്തകത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ റൂട്ട് നമുക്ക് എൻഡമോളജി തന്നെ കാണാൻ പറ്റും. അതിനോടുള്ള ക്വസ്റ്റ്യൻസ് എന്ന നിലക്കാണ് ശരിക്കും റേച്ചൽ കാർസനാണ് US തന്നെ പുസ്തകം 62 പ്രസിദ്ധീകരിക്കുന്നു. 70 ആകുമ്പോഴേക്കും US എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി നിലവിൽ വരുന്നു. 72 ആകുമ്പോഴേക്കും DDT നിരോധിക്കുന്നു അവിടെ. അപ്പോൾ പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ട് നമുക്ക് അതുവരെ ഉള്ള ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യവസായങ്ങൾ വേണം, വ്യവസായങ്ങൾ വികസനം കൊണ്ടുവരും എന്നുള്ള നിലക്ക് തന്നെ പോയിരുന്നൊരു അവസ്ഥയിൽ നിന്ന് ഇതങ്ങനെയല്ല, ഇതിനകത്ത് അപകടമുണ്ട് എന്ന് തിരിച്ചറിയുകയും അവിടെ നിന്നാണ് ഈ ഏതൊരു വ്യവസായം തുറക്കുന്നതിന് മുന്നേ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തണം എന്നുള്ള ഒരു ധാരണ അമേരിക്ക കൊണ്ടുവരുന്നു. അതിനുശേഷം അത് ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ രാജ്യങ്ങളിലും അത് നടപ്പിലാക്കുന്നതിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഈ വികസനം എന്ന് പറയുന്നൊരു പ്രക്രിയ അങ്ങനെ അനസ്യൂതമായിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നേ തന്നെ പഠിക്കണം, അത് നിയന്ത്രിക്കാൻ ശ്രമിക്കണം എന്നൊക്കെയുള്ള നിലയ്ക്ക് ലോക പരിസ്ഥിതി ബോധത്തെ നിർണ്ണയിക്കാൻ കാരണമായത് നമ്മളും ഈ ഷർപ്പതങ്ങളും തമ്മിലുള്ള യുദ്ധമായിരുന്നു. പക്ഷെ തുടക്കത്തിൽ മനുഷ്യനെതിരെ അല്ലെങ്കിൽ ഇതിനെ തുരത്താൻ വേണ്ടിയുള്ള ഒരു യത്നത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ പഠിച്ചെങ്കിലും ഇപ്പം അത് ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ ഇല്ലാതാക്കേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാട് കൂടി വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന രാസകീടനാശിനികൾ പലതും ഫേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് രാസകീടനാശിനികൾ ഇല്ലാതെ സാധ്യമാവും എന്നുള്ള തിരിച്ചറിവ് വന്നു. പലപ്പോഴും കീടങ്ങൾ സ്വയം ഉണ്ടാവുന്നതല്ല, നമ്മളായിട്ട് അവരെ ഉണ്ടാക്കുന്നതാണ്, അവർ നമ്മളായിട്ട് നിർമ്മിക്കുന്നതാണ്. ഇപ്പം ഞാൻ പ്രവർത്തിയെടുത്ത ഒരു ഷഡ്പഥത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹിബ്ലേ പ്യൂര എന്ന് പറഞ്ഞിട്ട് തേക്കിൻ്റെ ഇല തിന്ന് നശിപ്പിക്കുന്ന പുഴു, അതൊരു പെസ്റ്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാട്ടിൽ തേക്ക് നിൽക്കുന്ന സമയത്ത് അതൊരു പെസ്റ്റായിട്ട് നമ്മളാരും കണക്കാക്കിയിട്ടില്ല. പക്ഷേ 1842 ബ്രിട്ടീഷുകാർ സ്വാഭാവിക വനം വെട്ടി അവിടെ തേക്ക് നട്ടുപിടിപ്പിച്ച് ധാരാളമായിട്ട് തേക്ക് നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഇപ്പം നിലമ്പൂരാണ് തുടങ്ങുന്നത്. നിലമ്പൂർ ഏകദേശം 7500 ഹെക്ടർ സ്ഥലം സ്വാഭാവിക വനം വെട്ടിയിട്ട് തേക്ക് മാത്രമായിട്ട് നട്ടുപിടിപ്പിച്ചു. കേരളം മൊത്തം എടുത്താൽ 75,000 ഹെക്ടറിന് മേലെ സ്ഥലം തേക്ക് മാത്രമേ മാറി. സ്വാഭാവികമായിട്ട് തേക്കിൻ്റെ ഇല തിന്നുന്ന ഒരു പുഴുവിനെ സംബന്ധിച്ച് അത്രമാത്രം ഭക്ഷണം അവൈലബിൾ ആവുകയാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ എണ്ണം വർദ്ധിക്കുക തന്നെ ചെയ്യും, അത് കീടമായിട്ട് മാറുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മളെ കൃഷിയിലേക്ക് വരുമ്പോൾ അത് ഈ മോണോകൾച്ചറൊക്കെ ആയിരിക്കും ഇത് ഇങ്ങനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാനും വരാനും. തീർച്ചയായിട്ടും ഇപ്പം ഫോറസ്റ്റിൽ ഉറപ്പായിട്ടും അത് തന്നെയാണ്. നമ്മൾ കാട്ടിലെ തേക്ക് അങ്ങനെ ആക്രമിക്കപ്പെട്ടില്ല, അതൊരു കീടത്തിൻ്റെ എണ്ണം ഒരു ലെവലിൽ പോകാൻ പറ്റില്ല, അപ്പുറം പോകാൻ പറ്റില്ല, കാരണം അത്രമാത്രം ഭക്ഷണം അവൈലബിൾ അല്ല. ഇത് ഹെക്ടർ കണക്കിന് സ്ഥലത്ത് തേക്ക് മാത്രമേ അത്രയും ഭക്ഷണം അവൈലബിൾ ആവാണ്.
സ്വാഭാവികമായിട്ടും ആ സ്പീഷീസിന്റെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചിട്ട് അത് ഇതിന്റെ വളർച്ചയെ ബാധിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കീടം എന്ന് വിളിക്കുകയും നമ്മൾ അതിനെ കൊല്ലാനുള്ള വഴികൾ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പക്ഷേ മാനേജ് ചെയ്യണമെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ പോപ്പുലേഷൻ സൈക്കിൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ ആക്രമിക്കുന്ന മറ്റു ജീവികളെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. കീടനാശിനിയുടെ പ്രശ്നം എന്താ വെച്ചാൽ അതിന് ജീവനില്ലല്ലോ, അതൊരു ഇന്നേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലോ. അതിനെ സംബന്ധിച്ച് കീടം ഏതാണ് കീടം അല്ലാത്തതാണെന്നും തിരിച്ചറിയാൻ അതിനെക്കൊണ്ട് പറ്റില്ല. അതെല്ലാത്തിനെയും ഒരേപോലെ ബാധിക്കും. അത് ഫുഡ് ചെയിനിലേക്ക് കയറും. ഓരോ ഫുഡ് ചെയിനിൽ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് പോകുമ്പോഴും ഇത് കൂടി വരും. ഇപ്പോൾ നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നെല്ലിൽ നമ്മൾ കീടനാശിനി അടിക്കുന്നു. അത് നെല്ലിൻ്റെ ഇല വന്ന് തിന്നുന്ന ഒരു പുൽച്ചാടി ഒരു നെല്ലിൻ്റെ നാമ്പ് മാത്രമല്ല തിന്നുക, അത് ഒത്തിരി നാമ്പുകൾ തിന്നും. അപ്പോൾ ആ ഒത്തിരി നാമ്പുകളിലുള്ള വിഷമെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി അതിനെ തിന്നുന്ന ഒരു തവള ഈ ഒരു പുൽച്ചെടിയെ മാത്രമല്ലല്ലോ തിന്നുക, അത് കുറേ എണ്ണത്തെ തിന്നും. അപ്പോൾ തവളയിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. ഇനി ഒരു പാമ്പ് ഈ തവളയെ മാത്രമല്ല തിന്നുക. അപ്പം അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇത് കൂടി വരികയും മനുഷ്യൻ മിക്കവാറും എല്ലാ ഫുഡ് ചെയിൻ്റെ അവസാനം നിൽക്കുന്ന ഒരു ആളായതുകൊണ്ട് നമ്മളിലേക്ക് അത് എത്തുകയും ചെയ്യും. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതിനെതിരെ അതിൻ്റെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള അതിനെ തിന്നുകയും അല്ലെങ്കിൽ അതിന് അസുഖം ഉണ്ടാക്കുന്ന ജീവികളെ മുന്നോട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങളിലേക്കും ആ സബ്ജക്റ്റ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്.